എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് തപ്പി ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പഴയ കുറേ സർട്ടിഫിക്കറ്റ് കണ്ടത്. ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് നല്ല വാല്യുബിൾ ആണ് എനിക്ക്. ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി ഞാൻ പറയാം. ഹലോ ഗൈസ്, ഈ കാണുന്ന ഗ്രൗണ്ട് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ എനിക്കൊരു സ്റ്റോറി ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഷോർട്ട് പുട്ടിനോട് ഒരു താല്പര്യം, ഇതുവരെ ഇല്ലാത്തൊരു താല്പര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മൾ ടി വിയിൽ DD സ്പോർട്സ്, വേറൊരു ചാനൽ, ഈ 2 ചാനലേ കിട്ടുള്ളൂ. അപ്പോൾ DD സ്പോർട്സിൽ ഈ ഷോർട്ട് പുട്ടൊക്കെ കണ്ട് എനിക്ക് എന്തോ ഒരു താല്പര്യം, ഈ ഷോർട്ട് പുട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പ്രൈസ് വാങ്ങണമെന്ന് താല്പര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലുത ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് സ്പോർട്സ് ഡേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഷോർട്ട് പുട്ട് വാങ്ങേണ്ട ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ കല്ല് വെച്ചാണ് വീട്ടിൽ, ആയിടത്തും പറഞ്ഞിട്ടില്ല, ഈ ആഗ്രഹം ആയിടത്തും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കല്ല് വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യും, ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് വീടിൻ്റെ കണ്ണാടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഈ കല്ലെടുത്ത് എറിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെന്ന് വെച്ചാൽ സ്പോർട്സ് ഡേ, 2 മാസം കഴിഞ്ഞ് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്നും വന്ന് ഗ്രൗണ്ടിൽ നോക്കും, ഓക്കെ ആണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. കോമ്പറ്റീറ്റീവ് പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ എന്നെക്കാളും ഭയങ്കര വെയിറ്റും ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാരാണ്. 8ാം ക്ലാസ്സാണ്, ജൂനിയർ കാറ്റഗറി. അപ്പോൾ 6, 7, 8 അങ്ങനെ എന്തോ ആണ് ഈ മത്സരിക്കുന്നത്. അപ്പോൾ എന്നെ എല്ലാവരും മീൻസ് 8th തന്നെ ഒരുപാട് ഡിവിഷനുണ്ട്. 8th B അങ്ങനെ ഒരു ഡിവിഷനുണ്ട്. മലയാളം മീഡിയം, തമിഴ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമാണ്, എനിക്ക് ഫസ്റ്റ് തന്നെ എടുക്കണമെന്ന്, അതിൽ ഫസ്റ്റ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ എന്നും പ്രാക്ടീസ് ചെയ്യും, എന്നും ഉറങ്ങണതിന് മുന്നേ ഞാൻ എന്നും ഇത് സ്വപ്നം കാണും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു ഇതുണ്ടായിരുന്നു, മീൻസ് ഞാൻ ഫസ്റ്റ് അടിക്കണം എന്ന ആ ഒരു ഫയർ എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോർട്ട് പുട്ട് എറിഞ്ഞു. എൻ്റെ മനസ്സിലിരുന്നുണ്ടായിരുന്നു, അയ്യോ എനിക്ക് പറ്റുമോ. പിന്നെയും ഉള്ളിൽ ആരോ പറയുന്ന പോലെ, പറ്റും, നീ എറി, നിനക്ക് ഫസ്റ്റ് കിട്ടും എന്നാണ് ആദ്യമായിട്ട് ഞാൻ യഥാർത്ഥ ഷോർട്ട് പുട്ട് തൊടുന്നത്. അങ്ങനെ ഞാൻ എറിഞ്ഞ് എനിക്ക് ഫസ്റ്റ് കിട്ടി 8th ഷോർട്ട് പുട്ടിൽ. അതെൻ്റെ ഒരു ആദ്യത്തെ അച്ചീവ്മെൻ്റ് ആയിരുന്നു. കാരണം മറ്റുള്ളവർക്ക് അച്ചീവ്മെൻ്റ് ആയിരിക്കില്ല പുറത്തുനിന്ന് കാണുന്നവർക്ക്, പക്ഷേ എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതിനുള്ളത്, നമ്മൾ മനസ്സുകൊണ്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ, അതിനു വേണ്ടി പണിയെടുത്താൽ, അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ ഉറപ്പായിട്ട് സംഭവിക്കും. ചിലപ്പോൾ ഇച്ചിരി വൈകുമായിരിക്കും, പക്ഷേ ഒരു ദിവസം അത് ഉറപ്പായിട്ട് സംഭവിക്കും. പക്ഷെ നിങ്ങളും അതിനെ വിശ്വസിക്കണം, അതെനിക്ക് കിട്ടും, ഞാൻ അതിൻ്റെ മാസ്റ്ററാണ് എന്ന് വിശ്വസിക്കണം. പക്ഷെ അതിനുശേഷം ഞാൻ ഈ സ്പോർട്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ റണ്ണിങ്ങിനൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അതെനിക്ക് അച്ചീവ്മെൻ്റ് ആയപ്പോൾ എനിക്ക് ആ സന്തോഷം അന്നത്തോടെ മാറി. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ റണ്ണിങ്ങിനൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റണ്ണിങ്ങിന് കിട്ടുന്നത് ഓക്കെ, എൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് കിട്ടും. ഈ ഷോർട്ട് പുട്ടിന് കിട്ടിയത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടാണ്, ഇപ്പോഴും എനിക്കതൊരു അച്ചീവ്മെൻ്റ് ആണ്. ശരിയെന്നാ.